നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭയിൽ കണ്ടത് ഒത്തുകളിയെന്ന് BJP. സതീശന്റേത് പൊറോട്ട് നാടകമെന്നും വി മുരളീധരൻ. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട അപ്രിയ ചോദ്യങ്ങൾ ഉണ്ടായില്ലെന്ന് പരിഹാസം. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറി പ്രതിപക്ഷം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. KT ജലീലിന്റെ മതവിധി പ്രസ്താവനയെ പിന്തുണച്ച് CPM. സ്വർണ്ണക്കടത്തിൽ മതപരമായ ഇടപെടൽ വേണം. ഇടപെടാൻ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നും MV ഗോവിന്ദൻ. ADGPയുടെ ചുമതല മാറ്റം RSS ബന്ധമെന്നത് വ്യാജ പ്രചരണം. പ്രതികരിച്ച് RSS വിശേഷാൽ സമ്പർക്ക് പ്രമുഖ്. സർക്കാർ ഉത്തരവിൽ RSSനെ കുറിച്ച് പരാമർശം എവിടെയെന്ന് ചോദ്യം. കറാച്ചി സ്ഫോടനം. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ ലക്ഷ്യമിട്ടെന്ന റിപ്പോർട്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ ചൈനീസ് പൗരന്മാരും. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബലോച്ച് ലിബറേഷൻ ആർമി. ഹെസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനം തകർത്ത് ഇസ്രായേൽ. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഇന്ന് ഒരാണ്ട്. ബന്ദികളെ ഇനിയും മോചിപ്പിക്കാതെ ഭീകരർ. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഭാരതവും മാലദ്വീപും. ഡൽഹിയിൽ നരേന്ദ്രമോദിയെ കണ്ട് മാലദ്വീപ് പ്രസിഡന്റ്. ഭാരതം സുപ്രധാന പങ്കാളിയെന്ന് മുഹമ്മദ് മൊയ്സു. വിശദമായ വാർത്തകളിലേക്ക്. ഭരണപക്ഷ പ്രതിപക്ഷ വാക്പോരിൽ സഭ പിരിഞ്ഞു. സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് VD സതീശൻ ആരോപിച്ചു. സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. നിയമസഭയിൽ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യം ഉയർത്തി സ്പീക്കർ N ഷംസീർ. സ്പീക്കറുടെ നിലപാട് അപക്വമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ശക്തമായിരുന്നു. പിന്നെ പരസ്പരം കൊമ്പുകോർത്ത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും. പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യം ഉയർത്തി സ്പീക്കർ. ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചത് സ്പീക്കറുടെ അപക്വമെന്ന് തിരിച്ചടിച്ച് സതീശൻ. സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിലിരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയായിട്ട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പ്രതിപക്ഷത്തു നിന്നുള്ള 45 നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യമാക്കി മാറ്റിയതിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഇതിൽ പ്രതിഷേധിച്ച് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം. നിയമസഭയിൽ നടന്നത് ഒത്തുകളിയെന്ന് പരിഹസിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സഹകരണാത്മക പ്രതിപക്ഷത്തിന്റെ അവസ്ഥാന്തരങ്ങളെന്ന വിമർശനം. കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉന്നയിക്കപ്പെട്ടില്ല. അപ്രിയ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ടി വന്നില്ല. പ്രതിപക്ഷ നേതാവിന്റേത് പൊറോട്ട് നാടകമെന്നും വി മുരളീധരൻ പറഞ്ഞു. KT ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് CPM പിന്തുണ. സ്വർണ്ണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ലെന്നും എന്നാൽ മതപരമായ ഇടപെടൽ നല്ലതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് പറയാൻ കഴിയില്ലെന്നും പക്ഷേ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമ നടപടിയാണ് വേണ്ടത് എന്നിരിക്കെ MV ഗോവിന്ദന്റെ ഈ പ്രസ്താവന ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയാണെന്നാണ് ഉയരുന്ന വിമർശനം. സമുദായത്തെ കണക്കൂട്ടേണ്ട കാര്യമില്ല. സമുദായത്തെ മാത്രം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു സമുദായമാണ് കള്ളക്കടത്ത് മുഴുവൻ നടന്നു പറയാൻ സാധിക്കുന്നു? അത് പറയാൻ സാധിക്കില്ല. സമുദായ നേതാക്കൾക്ക് അതിൽ ബാധ്യതയുണ്ട്. ഇത് ഒരു കുറ്റകൃത്യമല്ല എന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളതിൻ്റെ. അതുകൊണ്ട് അത് മാറ്റണം. മതപരമായിട്ട് ഇടപെടുന്നതല്ല അതിൻ്റെ അർത്ഥം. അതായത് അങ്ങനെയല്ല, ഒരു കുറ്റകൃത്യമല്ല എന്ന ധാരണ മാറ്റണം. കുറ്റകൃത്യം തന്നെയാണ്.
ADGP MR അജിത് കുമാറിന് RSS ബന്ധമുണ്ടെന്നത് വ്യാജ പ്രചരണമെന്ന് RSS വിശേഷാൽ സമ്പർക്ക് പ്രമുഖ് A ജയകുമാർ. മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു. ഉത്തരവിൽ RSSനെ കുറിച്ച് പരാമർശമുണ്ടോ എന്നും ചോദ്യം. SP സുജിത് ദാസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി കള്ളമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പരാതിക്കാരിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. വ്യാജ പരാതിയിൽ കേസെടുത്താൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകരുമെന്നും സർക്കാർ. ബലാത്സംഗ പരാതിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നില്ലെന്നാരോപിച്ചുള്ള പൊന്നാനി സ്വദേശിനിയുടെ ഹർജിയിലാണ് സർക്കാർ സത്യവാങ്മൂലം. ഝാർഖണ്ഡ് പിടിക്കാൻ തയ്യാറെടുപ്പുകളുമായി BJP. സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഝാർഖണ്ഡിലെ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വോട്ട് ബാങ്കിനായി ഹേമന്ത് സോറൻ സർക്കാർ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അനുകൂലിക്കുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ചൂണ്ടിക്കാട്ടി. അതേസമയം മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ റാഞ്ചിയിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നു. ഝാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യം അധികാരം കൈയാളുന്ന ഝാർഖണ്ഡിൽ ഇക്കുറി വലിയ പ്രതീക്ഷയാണ് BJP പുലർത്തുന്നത്. ഹേമന്ത് സോറൻ സർക്കാരിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയാകും ജനങ്ങൾ വിധിയെഴുതുക എന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ഭരണം പിടിക്കാൻ അനുകൂലമായ സാഹചര്യമെന്നാണ് റാഞ്ചിയിൽ ചേർന്ന BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വിലയിരുത്തിയത്. അസം മുഖ്യമന്ത്രിയും ഝാർഖണ്ഡ് BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനുമായ ഹിമന്ത ബിശ്വ ശർമ്മ, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഒരു നിയമസഭാ സീറ്റിലേക്ക് 3 പേരുടെ വീതം പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന് ശേഷം BJPയുടെ പാർലമെന്ററി പാർട്ടി ബോർഡ് ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. कल दिल्ली में बैठक है, उसका बाद हमारे पार्लियामेंट्री बोर्ड बैठेगा, उसका बाद सूची निकालेगा. सो ये मुश्किल लगता है कि कम से कम यह 7 दिन का एक प्रक्रिया रहेगा. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കാരണം ഝാർഖണ്ഡിന്റെ ജനസംഖ്യാക്രമം അതിവേഗം മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ചൂണ്ടിക്കാട്ടി. BJP അധികാരത്തിൽ വന്നാൽ ഝാർഖണ്ഡിൽ NRC നടപ്പാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. बांग्लादेशी घुसपैठियों के कारण यहाँ की डेमोग्राफी तेजी से परिवर्तित हो रही है. हम झारखंड में NRC लागू करेंगे. नागरिकता का रजिस्टर बनेगा जिसमें स्थानीय निवासी रजिस्टर होंगे और जो घुसपैठिए हैं उनको चुन चुन के बाहर निकाला जाएगा. ये हमारा संकल्प है. ഈ വർഷം അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരായ കേസുകൾ എടുത്തുകാട്ടി BJP വ്യാപക പ്രതിഷേധത്തിലാണ്. ജനം, ഡൽഹി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും മികച്ച വിജയം ഹരിയാനയിൽ നേടുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് ഹരിയാനയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നു. ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. എന്നാൽ എക്സിറ്റ് പോളുകളിൽ അല്ല, ജനങ്ങളിലാണ് വിശ്വാസമെന്നും BJP തുടർ ഭരണത്തിലേക്ക് കടക്കുമെന്നുമാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വ്യക്തമാക്കിയത്. ഹരിയാനയിൽ 15 മുതൽ 35 വരെ സീറ്റുകൾ മാത്രമേ BJPക്ക് ലഭിക്കൂ എന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 3-ാം ഊഴം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP നേതാക്കളും അണികളും. അതേസമയം എക്സിറ്റ് പോൾ ഫലത്തിൽ കോൺഗ്രസിന് നേട്ടം പ്രവചിക്കുന്നു. 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ 50 മുതൽ 65 സീറ്റ് വരെ കോൺഗ്രസ് നേടാൻ സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നാലെ ഡൽഹി AICC ആസ്ഥാനം കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. ജാതിപ്പോരും ഗ്രൂപ്പ് വഴക്കുകളും രൂക്ഷമായ ഹരിയാന കോൺഗ്രസിൽ ഒരു നേതാവിനെ കണ്ടെത്തുക നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയ്ക്കെതിരെ പാർട്ടിയിൽ വലിയ എതിർപ്പുകളാണ് ഉയരുന്നത്. അതേസമയം ചതുഷ്കോണ മത്സരം പ്രവചിച്ച ഹരിയാനയിൽ JJPക്കും INLDക്കും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി ചിത്രത്തിൽ ഉണ്ടാകില്ലെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ജനം, ഹരിയാന. ചെന്നൈയിലെ എയർ ഷോയെ തുടർന്നുണ്ടായ അപകടത്തിൽ DMK സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുന്നു. അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്ന് BJPയുടെ ആരോപണം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി. ചെന്നൈ മറീന ബീച്ചിൽ വ്യോമസേന നടത്തിയ എയറോബാറ്റിക് ഷോ കാണാൻ 13 ലക്ഷത്തിലധികം ജനങ്ങൾ സംഘടിച്ചിരുന്നു. എന്നാൽ ഇത്രയധികം ജനങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തമിഴ്നാട് സർക്കാർ മറന്നു. ആവശ്യത്തിന് കുടിവെള്ളം പോലും കരുതിയിരുന്നില്ല.
നിർജ്ജലീകരണവും സൂര്യാഘാതവുമാണ് ജനങ്ങൾ മരിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസോ വോളണ്ടിയേഴ്സോ ഇല്ലായിരുന്നു. DMK സർക്കാരിന്റെ പരാജയമാണ് സാധാരണക്കാർ മരിക്കാൻ ഇടയായതെന്നാണ് പരക്കെ ഉയരുന്ന വിമർശനം. സ്റ്റാലിന് കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്നും സ്റ്റാലിന്റെ ഭരണം കുടുംബക്ഷേമത്തിന് മാത്രമാണെന്നുമാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. AIDMKയും ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. സാധാരണക്കാരുടെ ജീവനെ വില കൽപ്പിക്കാത്ത DMK സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് BJP നീക്കം. ചെന്നൈ എയർ ഷോ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിലുടനീളം BJP പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു. ജനം, ഡൽഹി. കറാച്ചി സ്ഫോടനം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കെതിരെ എന്ന റിപ്പോർട്ട്. ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്താണ് സ്ഫോടനം. SCO രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഈ മാസം 15-നും 16-നും പാകിസ്ഥാനിൽ നടക്കാനിരിക്കെയാണ് സ്ഫോടനം. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഭാരതവും മാലദ്വീപും. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഭാരതം മാലദ്വീപിന്റെ സുപ്രധാന പങ്കാളിയെന്ന് മുഹമ്മദ് മൊയ്സു പറഞ്ഞു. അഷ്ടൈശ്വര്യ മഹായജ്ഞവും ശ്രീചക്ര പൂജയും നടത്തിയ അഖില കേരള തന്ത്രി മണ്ഡലം. കേരള തന്ത്രിമണ്ഡലം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ശ്രീപത്മനാഭന്റെ ഭാഗമായിട്ടാണ് പൂജകൾ നടത്തിയത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു. താന്ത്രികാചാര അനുഷ്ഠാനങ്ങളുടെയും ക്ഷേത്ര താന്ത്രിക വിധികളുടെയും സമന്വയമായിരുന്നു 10ാമത് അഖില കേരള തന്ത്രിമണ്ഡലത്തിന്റെ ജില്ലാ സമ്മേളനം. സമ്മേളനത്തിന്റെ ഭാഗമായി താന്ത്രികാചാര്യന്മാരുടെ നേതൃത്വത്തിൽ അഷ്ടൈശ്വര്യ മഹായജ്ഞവും ശ്രീചക്ര പൂജയും നടന്നു. സമ്മേളനം തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു. ജനനം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. കർമ്മം കൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരു കാലത്ത് ജന്മം മാത്രം മതിയായിരുന്നു. ഇന്ന് കാലം മാറിയതുകൊണ്ട് അത് പോരാ. വരും തലമുറകൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹാഭാഗ്യം, എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അതിനോടുകൂടി കിട്ടിയിരിക്കുന്ന ചുമതലകൾ, അത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുക. ഈ സമുദായത്തിൽ മിക്കവാറും ഏത് കുട്ടികളൊക്കെ ചോദിച്ചാലും രാവിലെ എണീക്കുമ്പോൾ എങ്ങനെയാണ് എണീക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒരു വേള ഈ സമുദായത്തിൽ ഇവിടെ ഉള്ളവരുടെ കുട്ടികളൊക്കെ പറയുമായിരിക്കും വലത്ത് വശത്ത് തിരിഞ്ഞ് ഭൂമി തൊട്ട് കണ്ണു വെച്ച് എണീക്കുന്നതാണ്. പക്ഷെ ഈ ഉത്തരം എത്ര പേർക്ക് പറയാൻ പറ്റും? ഇനി ഒരു കാലം വരുമ്പോൾ എന്നറിയാൻ വയ്യ. കേരളത്തിൽ തന്ത്രി സമൂഹം വേട്ടയാടപ്പെടുകയാണെന്ന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ K. പുരുഷോത്തമൻ നമ്പൂതിരി ജനം TVയോട് പറഞ്ഞു. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന എതിരുകൾക്ക് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് വരുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഘടനയാണ് അഖില കേരള തന്ത്രിമണ്ഡലം. അഖില കേരള തന്ത്രിമണ്ഡലത്തിനെ ഏതെങ്കിലും രീതിയിൽ നോവിക്കാൻ ഏതൊരു ശക്തി മുന്നിട്ടിറങ്ങിയിരുന്നാലും അതിന് ശക്തമായ തിരിച്ചടി തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ഉണ്ടാകും, നമ്മുടെ പ്രതികരണം ഉണ്ടാകും എന്ന് അറിയിക്കുന്നു. വാഴയിൽ മഠം VK ശങ്കരൻ നമ്പൂതിരി സ്മൃതി പുരസ്കാരം ശബരിമല മുൻ മേൽശാന്തി പെരിയമന ബ്രഹ്മശ്രീ K. വാസുദേവൻ ശർമ്മയ്ക്ക് സമ്മാനിച്ചു. താന്ത്രിക മണ്ഡലം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വാഴയിൽ മഠം ബ്രഹ്മശ്രീ S. വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുള്ളിയൂർ കിഴക്കേമഠം ബ്രഹ്മശ്രീ N. മഹാദേവൻ പോറ്റി, ബ്രഹ്മശ്രീ പ്രൊഫസർ VR നമ്പൂതിരി, ബ്രഹ്മശ്രീ S. രാധാകൃഷ്ണൻ പോറ്റി, കൂടൽമന B. വിഷ്ണു നമ്പൂതിരി, ബ്രഹ്മശ്രീ ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ വാമദേവൻ നമ്പൂതിരി, തെക്കേടം ബ്രഹ്മശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങി നിരവധി താന്ത്രികാചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. ഇപ്പോൾ ബലാത്സംഗ കേസിൽ
സിദ്ദിഖിനെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് സിദ്ദിഖ് ഹാജരായത്. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചോദ്യം ചെയ്യൽ 3 മണിക്കൂറോളമാണ് നീണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ബലാത്സംഗ കേസിൽ പ്രശാന്തിലേക്ക് എത്താം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുന്നു. തത്സമയത്തിലേക്ക്. The next exchange, which is the renewal of MOU between India and Maldives on cooperation in sports and youth affairs. Thank you, sir. Ladies and gentlemen, that concludes the exchange ceremony. I now request spokesperson of the Ministry of External Affairs to conduct the remainder of the proceedings. Namaskar, good afternoon. Your Excellency Dr. Mohammad Moizu, President of the Republic of Maldives, Honorable Prime Minister Shri Narendra Modi ji, Honorable Ministers and members of both delegations, distinguished guests and friends from the media. We will now have the press statements. May I request Honorable Prime Minister Shri Narendra Modi ji to give his remarks to the media. Your Excellency, राष्ट्रपति मोइजू, दोनों देशों के डेलीगेट्स, मीडिया के हमारे साथी, सबको नमस्कार। सबसे पहले मैं राष्ट्रपति मोइजू और उनके प्रतिनिधि मंडल का हार्दिक स्वागत करता हूं। भारत और मालदीव के संबंध सदियों पुराने हैं और भारत मालदीव का सबसे करीबी पड़ोसी और घनिष्ठ मित्र देश है। हमारी नेबरहुड फर्स्ट पॉलिसी और सागर विजन ने मालदीव का महत्वपूर्ण स्थान है इन दोनों में। भारत ने सदैव मालदीव के लिए फर्स्ट रिस्पॉन्डर की भूमिका निभाई है। चाहे मालदीव के लोगों के लिए एसेंशियल कमोडिटीज की जरूरत पूरा करना हो, प्राकृतिक आपदा के समय पीने का पानी उपलब्ध कराना हो, कोविड के समय वैक्सीन देने की बात हो, भारत ने हमेशा अपने पड़ोसी होने के दायित्व को निभाया है और आज हमने आपसी सहयोग को स्ट्रेटेजिक दिशा देने के लिए कॉम्प्रिहेंसिव इकोनॉमिक और मैरीटाइम सिक्योरिटी पार्टनरशिप विजन अपनाया है। फ्रेंड्स, डेवलपमेंट पार्टनरशिप हमारे संबंधों का अहम स्तंभ है और हमने इसमें हमेशा मालदीव के लोगों की प्राथमिकताओं को प्रमुखता दी है। इस वर्ष एसबीआई ने मालदीव के $100 मिलियन के ट्रेजरी बिल्स का रोल ओवर किया है। आज मालदीव की आवश्यकता अनुसार $400 मिलियन और 3,000 करोड़ रुपए का करेंसी स्वैप समझौता भी
संपन्न हुआ है। हमने मालदीव में इंफ्रास्ट्रक्चर विकास के लिए व्यापक सहयोग पर बात की है। आज हमने पुनर्विकसित हनीमाधु एयरपोर्ट का उद्घाटन किया है। अब ग्रेटर माले कनेक्टिविटी प्रोजेक्ट में भी तेजी लाई जाएगी। थिलाफुशी में नए कॉमर्शियल पोर्ट के विकास में भी सहयोग दिया जाएगा। आज भारत के सहयोग से बनाए गए 700 से अधिक सोशल हाउसिंग यूनिट्स हैंडओवर किए गए हैं। मालदीव के 28 आइलैंड्स पर पानी और सीवरेज प्रोजेक्ट्स पूरे किए गए हैं। 6 अन्य आइलैंड पर भी शीघ्र काम पूरा किया जाएगा। ये प्रोजेक्ट 30,000 लोगों को साफ पानी की सप्लाई सुनिश्चित करेंगे। हा दालू में एग्रीकल्चर इकोनॉमिक जोन और हा आलिफू में फर्स्ट प्रोसेसिंग फैसिलिटी स्थापित करने में भी सहयोग दिया जाएगा। ओशिनोग्राफी और ब्लू इकोनॉमी में भी हम साथ मिलकर काम करेंगे। फ्रेंड्स, आर्थिक संबंधों को मजबूत करने के लिए हमने फ्री ट्रेड एग्रीमेंट पर चर्चा शुरू करने का निर्णय लिया। लोकल करेंसी में ट्रेड सेटलमेंट पर भी काम किया जाएगा। हमने डिजिटल कनेक्टिविटी पर भी फोकस किया है। कुछ दिन पहले मालदीव में रुपे कार्ड लॉन्च किया गया है। आने वाले समय में भारत और मालदीव को यूपीआई से भी जोड़ने के लिए काम किया जाएगा। अड्डू में नया भारतीय कॉन्सुलेट और बेंगलुरु में मालदीव का नया कॉन्सुलेट खोलने पर भी हमने बात की है। इन सभी पहलों से हमारे पीपल टू पीपल संबंधों को बल मिलेगा। फ्रेंड्स, हमने रक्षा और सुरक्षा सहयोग के विभिन्न पहलुओं पर विस्तार से चर्चा की। एकता हार्बर प्रोजेक्ट में काम तेजी से चल रहा है। हम मालदीव नेशनल डिफेंस फोर्सेस की ट्रेनिंग और कैपेसिटी बिल्डिंग में अपना सहयोग जारी रखेंगे। इंडियन ओशन रीजन में स्थिरता और समृद्धि के लिए हम मिलकर काम करेंगे। हाइड्रोग्राफी और डिजास्टर रिस्पांस में सहयोग बढ़ाया जाएगा। कोलंबो सिक्योरिटी कॉन्क्लेव में फाउंडिंग मेंबर के रूप में जुड़ने के लिए मालदीव का स्वागत है। क्लाइमेट चेंज हम दोनों देशों के लिए बड़ी चुनौती है। इस संबंध में सोलर और एनर्जी एफिशिएंसी में भारत अपने अनुभव मालदीव के साथ साझा करने के लिए तैयार है। एक्सेलेंसी, एक बार फिर आपका और आपके डेलीगेशन का भारत में बहुत बहुत स्वागत है। आपकी यात्रा से हमारे संबंधों में एक नया अध्याय जुड़ रहा है। मालदीव के लोगों की प्रगति और समृद्धि के लिए हम अपना हर संभव सहयोग देते रहेंगे। बहुत बहुत धन्यवाद। Thank you, sir. May I now request His Excellency Dr. Mohammed Muizzu, President of the Republic of Maldives, to give his remarks to the media. Excellency, വെള്ളിയാഴ്ച വരെ സംസ്ഥാനമെങ്ങും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴിച്ചുള്ള 11 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട്. നാളെ ഇടുക്കിയിലും മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്.
ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കറുവക്കുളത്ത് ഒരു നാടിന്റെ ആകെ ഉറക്കം കെടുത്തി അനധികൃത പാറ ഖനനം. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് പാറ പൊട്ടിച്ചു കടത്തുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ സ്ഥലം സന്ദർശിച്ച് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും നിരോധന ഉത്തരവും നൽകിയിരുന്നു. എന്നാൽ ഇതും മറികടന്നാണ് പാറമടയുടെ പ്രവർത്തനം. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും വകുപ്പുകൾ നടപടിയെടുക്കുന്നില്ല. കട്ടപ്പന വില്ലേജിൽ മേട്ടുകുഴിക്ക് സമീപം കറുവാക്കുളത്ത് CHR ഭൂമിയിലാണ് അനധികൃത പാറമട പ്രവർത്തിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന അനധികൃത പാറഖനനത്തിനെതിരെ നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി തുടർ നടപടി സ്വീകരിച്ചിട്ടും പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉടമ തയ്യാറായിട്ടില്ല. പുലർച്ചെ 2 മണി മുതൽ പാറക്കല്ലുമായ വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതോടെ മേട്ടുകുഴിക്കാരുടെ ഉറക്കം നഷ്ടപ്പെടും. പാറമട അനധികൃതമെന്ന് കണ്ട് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് 2 തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് അവഗണിച്ച് പാറമട പ്രവർത്തനം തുടർന്നതോടെ റവന്യൂ വകുപ്പും നോട്ടീസ് നൽകി. എന്നാൽ ഇതിനെല്ലാം പുല്ലുവില കൽപ്പിച്ച് ഇവിടെ പാറഖനനം ഇപ്പോഴും നിർബാധം തുടരുകയാണ്. ഹൈറേഞ്ച് മേഖലയുണ്ട്, ഹൈറേഞ്ച് മേഖല നല്ല പൊതുവെ പല സ്ഥലങ്ങളുണ്ട്. പാറമടയ്ക്ക് അനുമതി കൊടുക്കുന്നില്ലെന്നാണ് നമ്മുടെ അറിവ്. പിന്നെ അവർക്കും അതിനുള്ള അനുമതി കിട്ടാൻ ഉള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. അതിന് നിയമസാധ്യത ഇല്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാനുള്ള അധികാരം റവന്യൂ വകുപ്പിനാണെന്നും ആണ് സെക്രട്ടറി പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ വില്ലേജിലേക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റി വന്ന പരാതി അങ്ങോട്ട് പോകുന്നത്. അവിടുത്തെ പ്രദേശവാസികളെല്ലാം കൂടെ പിന്നെ ഒപ്പിട്ട് കളക്ടർ മുതൽ വില്ലേജ് താലൂക്ക് എല്ലാം അപേക്ഷ കൊടുത്തതായിട്ടാണ് പറഞ്ഞു. അതുകൊണ്ട് പരാതി ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറ പൊട്ടിക്കുന്നത്. നാട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ മറ്റൊരു തോട്ടത്തിലെ സമാന്തര പാത പുനർനിർമ്മിച്ച് പാറ കടത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മാഫിയ. ഇതിന് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പാറമട നാട്ടുകാരുടെ പരാതിയിൽ നേരത്തെ തന്നെ പൂട്ടിയിരുന്നു. ഇടുക്കിയിൽ തങ്കമണി, ഉപ്പുതോട്, കാഞ്ചിയാർ, ചതുരംഗപ്പാറ, പാറത്തോട്, വാഗമൺ, ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖനനം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവയ്ക്കെല്ലാം എതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിൽ ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും ആരോപണമുയരുന്നു. ജില്ലയിലെ അനധികൃത പാറമടകൾ കറുവാക്കുളത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. നിരവധിയായ പാറമടകളെ സംബന്ധിച്ച് പരാതി ലഭിക്കുമ്പോഴും ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. നവരാത്രി ആഘോഷ വാർത്തകൾ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സഹസ്ര മഹാലക്ഷ്മി യജ്ഞം ഭക്തിനിർഭരമായി മാറി. ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് മഹാലക്ഷ്മി യജ്ഞം സംഘടിപ്പിച്ചത്. നാരീശക്തി രൂപിണിയായ ഭഗവതിയെ സർവവും സമർപ്പിച്ച് പൂജിക്കുകയാണ് അമ്മമാർ. ദീപജ്യോതിർജനാർദ്ദന ശിവസമാരംഭാം തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഓം അച്യുതായ നമഃ. സനാതന മൂല്യങ്ങൾ വരും തലമുറയ്ക്കും പകർന്നു നൽകാനുള്ള ഉപാസനയാണ് നവരാത്രി കാലത്തെ ദേവീ പൂജയെന്ന യജ്ഞാചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരാട്ട് ജനൻ ടിവിയോട് പറഞ്ഞു. നമ്മളൊക്കെ മുതുമുത്തശ്ശന്മാർ പൂജ ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കൂടെ കൊണ്ടുവരുന്നവരാണ്. പക്ഷെ നമ്മളെ തലമുറയിലേക്ക് എത്തുമ്പോഴേക്കും ഈശ്വരൻ നമ്മളെ ദൂരം ഒരുപാട് കൂടി. അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ വന്നു, പൗരോഹിത്യമൊക്കെ വന്നു. അത് മാറി ഈ മണ്ണിൽ ഉള്ള എല്ലാവർക്കും പൂജ ചെയ്യാൻ അധികാരമുണ്ട്. എല്ലാവരും ദേവീ ഉപാസനയിലൂടെ ആത്മവിശ്വാസവും സമ്പത്തും ഉള്ളവരായി തീരുക എന്നുള്ളതാണ്. ധർമ്മവും ധർമ്മത്തിലൂടെ അർത്ഥവും അതിലൂടെ എല്ലാ കാമനകളും പൂർത്തീകരിച്ച് മോക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഭാരതത്തിലെ ഋഷിമാർ വിഭാവനം ചെയ്തത്. സമ്പത്ത് വേണം, ധാരാളം സമ്പത്ത് വേണം ഗൃഹസ്ഥനെ.
അങ്ങനെ കാമനകൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് മോഹത്തുനിന്ന് ക്ഷയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ ഗൃഹസ്ഥരോടും മഹാലക്ഷ്മിയെ ഉപാസിക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഋഷിമാർ തന്ന പദ്ധതിയെ ഉപയോഗിക്കാതെ നമ്മൾ ദരിദ്രനായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യുക എന്നുള്ളൊരു സങ്കല്പമാണ്. മഹാലക്ഷ്മി യജ്ഞത്തിന്റെ ഉദ്ഘാടനം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജീത് തമ്പി നിർവഹിച്ചു. ഡോക്ടർ ശ്രീനാഥ്ജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു മഹാലക്ഷ്മി യജ്ഞം എന്ന് പറയുന്നത്, മഹാലക്ഷ്മിയാണ് എല്ലാ സമ്പത്തും ഐശ്വര്യവും എല്ലാം നമുക്ക് തരുന്നത്. ഒരു കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടെങ്കിൽ മറ്റെല്ലാം വന്നു ചേരും. ആ ഐശ്വര്യവും സമ്പത്തുമാണ് ആവശ്യം. ആ സമ്പത്തിനും ഐശ്വര്യത്തിനും അതിദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ ആ മഹാലക്ഷ്മി യജ്ഞമാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത്. 1000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഹസ്രലക്ഷ്മി യജ്ഞം. മഹാലക്ഷ്മി യജ്ഞം വെൺപാലവട്ടം അമ്പലത്തിൽ നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശും പറഞ്ഞു. വളരെയേറെ സന്തോഷമുണ്ട്. കാര്യം നവരാത്രിയായിട്ട് അമ്മയുടെ മുന്നിലേക്ക് ഇത്രയും ഭക്തജനങ്ങൾ വന്നത് പൂജ ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയായിട്ട് കാണുന്നു. അത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ച ഡോക്ടർ ശ്രീനാഥ്ജിക്കും ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കുമൊക്കെ ഈ അവസരത്തിൽ അമ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. കുട്ടികളും അമ്മമാരുമടക്കം നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മഹാലക്ഷ്മി യജ്ഞത്തിൽ പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം നാട്ടുവിശേഷം കാണാം. നമസ്തേ.